ട്രിപ്പ് എടുക്കുന്ന ഹൗസ് ഏത് വണ്ടി കണ്ടാലും ഒന്ന് ഓട്ടണം നല്ലേ ഉണ്ട്. പുതിയ ബസ് കേട്ടാ. ഹായ്, സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ എവിടെ ഉള്ളത്? ഇടുക്കി കഴിഞ്ഞ് നമ്മൾ മൂന്നാറിന്റെ ഇടയ്ക്ക് ഇത്താട്ടെ സ്ഥലം ബൈസൺ വാലി. ഇടുക്കി ജില്ലയിൽ ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. നമ്മൾ ഇന്നലെ എറണാകുളത്ത് വന്നെയാണ്. അവിടെ നേരെ ഇടുക്കിയിലേക്ക് വന്ന് മൂന്നാറിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ മൂന്നാർ ഇതുവരെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്കൊന്ന് മൂന്നാർ കണ്ടിട്ട് വരാം. എല്ലാരും കാണുന്ന മൂന്നാറാണോ നമ്മൾ കാണുന്നത് അറിയില്ല. നമ്മൾ ഏതെങ്കിലും സൈലൂട്ടിലാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ നിന്നത് ഇവിടെയാണ് കേട്ടാ. ഈ ഒരു സ്ഥലത്ത് ഇന്നലെ നമ്മൾ നിന്നത്. ഇതിന്റെ മുകളിലാണ് റോഡ് പോകുന്നത്. ഇതൊരു ഇങ്ങനെയല്ല, ഇടത്ത് കുറേ ഹോം സ്റ്റേ അങ്ങനെ ഇതാണല്ലേ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് കുറേ ഹോം സ്റ്റേയും പരിപാടിയും കാര്യങ്ങളിലാണ്. ഇവിടെ താഴെല്ലാം വീടുണ്ട്. അപ്പോൾ ഇവരാണ് ജിത്താട്ടനും സൗമ്യച്ചി. ഇവരാണ് നമ്മൾ ഇന്നലെ ഇങ്ങോട്ടേക്ക് നമ്മൾ കൂടെ വളർത്ത ചങ്ങായിമാർ. ഇവിടുത്തെ ഇടുക്കിയിലെ നമ്മളെ ചങ്ങായിമാർ. എന്നൊന്നും മിണ്ടാത്തെ എറണാകുളത്താണ്, പക്ഷെ ഇടുക്കിയിലെ വീട് ഇടുക്കിക്ക. അപ്പോൾ ഇടുക്കിയിൽ നമ്മൾ ഇവരിപ്പോഴാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലായിടത്തും കൊണ്ടുപോകുന്നത് ഇത്താട്ടനാണ്. മൂന്നാർ ആനയിറങ്ങിലെ ശാന്തമ്പാറ നമ്മൾ താമസിച്ച സ്ഥലം ഒന്ന് കാണിക്കലുണ്ട്. വേഗം ഒന്ന് കാണിച്ചോ. വീട് തന്നെ 2 റൂമായിട്ടുള്ളത്. ഒരു ബെഡ്റൂം. ഇത് അതിനൂട്ടി നിന്നത് കാണാനുണ്ട്. ഇത് ഋഷിയുടെ ഉറങ്ങുന്നുണ്ട്. ഇവനെ നമ്മൾ എണീപ്പിക്കാൻ എന്നിട്ടാണ് ഈ സാധനം എടുക്കാൻ കേട്ടാ. ഇതാണ് ഒരു ബെഡ്റൂം. ഇതിൻ്റെ ബാക്കിൽ കണ്ടേ എങ്ങനെയാണുള്ളത്. ഇത് എല്ലാവരും ഇങ്ങനെയായിരിക്കും തോന്നുന്നു സീനറി. കണ്ട ബാക്കിൽ ഇങ്ങനെ മലനിരകളായിട്ട് നല്ലൊരു തണുപ്പുണ്ട് കേട്ടാ. നല്ല ചക്കയിലുണ്ടാടാ. അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് കുറേ ഇഞ്ചി. ഇത് ഏലത്തോട്ടല്ലേ? ഏലത്തോട്ടാണ് കേട്ടോ, ഫുള്ളായിട്ട് ഏലത്തോട്ടാണ്. ഏലത്തിൻ്റെ ഇതാണെന്നാ പറഞ്ഞത്. ഏലത്തിൻ്റെ. അപ്പോൾ നമുക്കെന്നാൽ കവിയുടെ നാട്ടിൽ ഏലം ഇല്ലേ? അവിടെ ഇല്ലേ കൊടകിൽ? അപ്പോൾ അങ്ങനെ ഈ റൂമിനോട് വിടവർത്ത് നമ്മൾ ഇന്നിരുന്ന് ഇറങ്ങുമെന്ന്. നമുക്ക് നേരെ മൂന്നാർ പോയിട്ട് കുറച്ച് കാഴ്ചകളെല്ലാം കാണാം. സൂരജ് ആട്ടോ എടുത്ത ഇതെല്ലാം നോക്കിയായിരുന്നു. സൂരജ് ഫുഡും കാര്യങ്ങളും അടിപൊളിയായിരുന്നു. താങ്ക് യു ബ്രോ. ഓക്കെ, വീണ്ടും കാണാൻ വരുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം അമ്മയ്ക്കാണ്. അമ്മയാണ് ഫുഡ് ഉണ്ടാക്കി. പക്ഷെ അമ്മയെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ചോദിച്ചു അങ്ങ് താഴോട്ട് പോകണല്ലേ. അമ്മയോട് ചോദിച്ചിന് പറയാം. എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും കാണാം. എന്തോ താഴെ പോയിന്റ് പറഞ്ഞു. നമ്മളിപ്പോൾ ഇറങ്ങുമെന്ന്. ലേറ്റ് ആയാലും നമ്മൾ അങ്ങനെ തന്നെ കാണാൻ തന്നെ. ഓക്കെ, അമ്മയോട് ചോദിച്ചു പറയാം കേട്ടോ. അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. പിട്ടും കടലക്കറിയും നല്ല ടേസ്റ്റ് ആയിരുന്നു. വെള്ളക്കടല അടിപൊളി. എന്നതാ കിണ്ണന പറഞ്ഞു. അമ്മ പറഞ്ഞു, അമ്മയോട് പറഞ്ഞേ. ഓക്കേടാ. പോട്ടെ. ഇവിടെ 2 നായികൾ ഉണ്ടായിരുന്നു. അവ കൊടുത്തു കയറ്റിയാ? അയ്യോ, ഞങ്ങൾ ഷോർട്സിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോന്റെ കട്ടിങ് അടി ഇടാം കേട്ടാ. ഷോർട്സ് കണ്ടിട്ടുണ്ടാവും വെച്ചാൽ. അപ്പൊ ആ ഷോർട്സിനകത്തുള്ളത് എടുത്ത ഇവരെ നായി എന്നിട്ടാ. ശരിക്കും നമ്മൾ ഇപ്രാവശ്യം നമ്മള് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ഇതാക്കി കണ്ടില്ലേ? കുട്ടി നല്ല ഇതായിട്ടുണ്ട്. ഒരു ക്ഷീണവും ഇല്ല വണ്ടി. പിന്നെ വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഒലഞ്ഞൊലഞ്ഞു പോകുന്നില്ലോ. നല്ലത്. കുഞ്ഞിന്റെ പ്രൊട്ടക്ഷനിലാണ്. ചിത്താട്ടൻ ഇപ്പം തന്നെ 30-40 മാക്സിമം ചാട്ടം വരുവേ. പ്രൊഫഷണൽ മറ്റേ ടാക്സി ഡ്രൈവർ ആയിരുന്നു ബ്രോ. ഇങ്ങനെയെന്ന് അറിയാം ഇതിന്റെ അകത്ത് സംഭവം. ഇപ്പൊ ബ്രോയ്ക്ക് ഒരു എമർജൻസി ഉണ്ടെന്ന് വെച്ചു. ആ എമർജൻസി നമുക്ക് മനസ്സിലായി, നമ്മൾ അതിനനുസരിച്ച് പോകും. അതെ അതെ, നമുക്ക് സാധാരണ ലെവലിൽ നല്ല കംഫർട്ടായിട്ട് അങ്ങനെ പോകും. എനിക്ക് ഒരു 2 മണിക്കൂർ കൊണ്ട് ഇങ്ങ് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ ചെയ്യുന്നു. അതാണ് 2നും പറ്റും. ചിത്താട്ടൻ അതാണ് പ്രൊഫഷണൽ ഡ്രൈവറാണ്. അതുപോലെ തന്നെ സൗമ്യേച്ചി കൂടെ തന്നെ ഉണ്ട്. ഓരോരോ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെയാ പോണ്ടേ അങ്ങനെയാ പോണ്ടേന്നെല്ലാം പറഞ്ഞിട്ട് ഒരു തരശല്യം ചെയ്യലല്ലേ ചിത്താ. ചേഞ്ച് ചെയ്ത് നല്ല തണുപ്പുണ്ട്. വണ്ടീൻ്റെ ഉള്ളിൽ തണുപ്പ് AC ആണ്. നമ്മളങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കലാണ്. ആ വരുന്ന വഴിയിലായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് വ്യൂ പോയിന്റ് ഉണ്ട്. ആൾക്കാരെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇങ്ങനെയുള്ള കേട്ടോ. മുകളിൽ നിന്ന് നേരിട്ട് കാണാൻ നന്നായിട്ടുണ്ടേ വീഡിയോയിൽ ഇങ്ങനെയുള്ളത്. ഓരോ മൂന്നാറിലെ സ്ഥലവും കണ്ട് അങ്ങനെ പോവാം. കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കാണാം. അപ്പോൾ ഇത്താട്ട് നിർത്തിനടക്കെല്ലാം നമ്മൾ ഇറങ്ങും കാണും. നമുക്കെല്ലാം ഒരുമിച്ച് കണ്ടുകൊണ്ട് പോവാം. അതിനോട്ട് ഇതാ ഫിലിമില്ലാത്ത ക്യാമറ വെറുതെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ അത് ഓഫാക്കി. അതിന്റെ മുല്ലത്തെ മൂടി തുറക്കുക, അല്ലെങ്കിൽ മുല്ല മൂടി തുറക്കില്ല, കിട്ടൂല. നമുക്ക് കിട്ടി ഇപ്പൊ ഇച്ചിരി ഒന്നല്ലേ. നമ്മളങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഇടുക്കിന്റെ മനോഹരമായിട്ട് ദൃശ്യങ്ങളാട്ടോ. എൻ്റെ മോനെ ഇത് നേരിട്ടാണ് ഭയങ്കര ഭംഗിയായിട്ടുണ്ടേ. ഫോണിലൂട്ട ഇത് എങ്ങനെ വരുന്ന അറിയില്ല. നല്ലൊരു തണുപ്പും
വിദൂരതയിൽ ഇങ്ങനെ അങ്ങത്തോളം കാണുന്ന കേട്ടോ. അങ്ങ് മലകളെല്ലാം ചെറിയ 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 നല്ല രസമായിട്ടുണ്ടേ. എന്തെല്ലോ വിൽക്കുന്നുണ്ടേ. ഉപ്പിലിട്ട കുറേ സംഭവങ്ങൾ നോക്കുന്നുണ്ടേ. ഓ അറിവിലേക്ക് ഓക്കെ എല്ലാവരും ചോദിച്ചു പറഞ്ഞേ. ആ അതെ അല്ലേ, ഇന്ന് നിങ്ങളെയും കാണും വീഡിയോയില്. ഓ സന്തോഷം. നമ്മളിൽ ഇറങ്ങിയപ്പോ കുറെ പേര് നമ്മളെ ഫാമിലിയിലവര് വന്നേട്ടോ. ഹായ് ഹായ് ഹായ്. പോന്ന വഴിക്ക് നല്ല ചോള പൊയിഞ്ഞത്. നല്ല സീനിയർ കേട്ടോ. ഇങ്ങനെ ഒരു കട അവിടുന്നെല്ലാരും മേടിച്ച് കഴിച്ചിട്ട് അങ്ങനെ പോക്കാം. മുളകെല്ലാം തേച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ യൂട്യൂബ് കുടുംബങ്ങളെ തേച്ചു കേട്ടോ. അപ്പൊ ഇവിടെ ഈ വണ്ടി ചേട്ടന്റെ വണ്ടിയാണേ. ഹായ് ബ്രോ, ബ്രോന്റെ പേരെന്നാ? പേര് നവാബ്. നവാബ്. ഇത് എത്ര വർഷം കഴിച്ചോ? ഇത് 10-28 വർഷമായി ഫാദറിന്റെ ഇരുന്നാണ് വണ്ടി നമ്മള് വരുന്ന ഇങ്ങനെ ഓടി വരുന്നപ്പോ തന്നെ ഒരു ഭയങ്കര രാജകീയ ലുക്ക് കേട്ടാ. അപ്പൊ തന്നെ നമ്മള് ഒന്ന് പറഞ്ഞിട്ട് കവി ഒന്ന് ഓട്ടി. കവി എവിടെ നിന്നല്ല ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള വണ്ടിയാണ്, നല്ല മുൻപ് ഓട്ടുവന്നില്ല. എല്ലാരും അത് അപ്പൊ തന്നെ തരുന്നോണ്ട് ഇതിൽ ഓട്ടാൻ പറ്റുന്നല്ലേ. താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രോ. അപ്പൊ തന്നെ തന്നു കേട്ടോ. അങ്ങനെ പൊന്നുപോലെ നോക്കുന്ന വണ്ടിയല്ലേ. അപ്പൊ അത് വേഗം 42. ഓ അത്ര വർഷം വഴക്കുള്ള വണ്ടിയാണ് കേട്ടോ. എന്തായാലും നല്ല കണ്ടീഷൻ ആയിട്ട് കൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പൊ എവിടെ വീട്? ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ. ഇപ്പൊ ഈ വണ്ടി എടുത്തിട്ട് വന്നേ? ഇതിപ്പോ ഗോവയിലേക്ക്. ഗോവയിലേക്കാ ഈ വണ്ടി തന്നെ? ആരെ വേറെ ഒറ്റക്കുള്ളൂ? സോളോ അടിക്കലാ? സൂപ്പർ. താങ്ക് യു. കാണാൻ പറ്റിയാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ബാക്ക്ഗ്രൗണ്ട് നോക്കി എന്ത് രസം. മൂന്നാറിന്റെ ബ്യൂട്ടി നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. എന്ത് ഭംഗിയായിട്ടുണ്ട് പറ. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ട്രിപ്പും അടിപൊളി. ഹായ് 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 ഹായ്. എവിടെയാ? തൊടുപുഴ. ഹായ് ഹായ്. മൂന്നാർക്ക് ഇറങ്ങാൻ വന്നേ. ഓ നൈസ്. അപ്പൊ നമ്മളെ യൂട്യൂബ് കുടുംബങ്ങൾ കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് വിട്ടുന്നത് നല്ല രസം. ഒരു മിനിറ്റാ. വില്ലീസ് ട്രാവലർ, WILLYS ട്രാവലർ. ട്രാവലറിൽ അടിച്ചാല് ഫുൾ ഇത് വഴി സോളോ അടിക്കുന്നെല്ലാം കാണാം അല്ലേ. സോളോ ട്രിപ്പ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇൻസ്റ്റാഗ്രാം വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇത് ഈ വണ്ടിയിലെ സോളോ ചേട്ടൻ്റെ. അപ്പൊ ചേട്ടാ പൊളിക്ക്, നമ്മളൊന്ന് ഇറങ്ങി കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. മൂന്നാറിലെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കലാണ്. അപ്പോൾ എൻ്റെ അമ്മ ഫുള്ളായിട്ട് പച്ചപ്പും നല്ലൊരു തണുപ്പും ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, കാണാൻ്റെ ഒരു ഭംഗി ഭയങ്കര കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ തേയിലത്തോട്ടവും കാര്യങ്ങളുള്ള എല്ലാ സ്ഥലവും ഇതുപോലെ തന്നെ ഏകദേശം ഉള്ളത്. ഇത് കുറച്ച് കൂടി ദൂരത്തോട്ട് നമുക്ക് കാണുന്നുണ്ട്. നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്, അറിയില്ല. നമ്മൾ കൂടിയുള്ള ജിത്താട്ടും പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇടന്നിട്ട് തിരിക്കലായി. ഒരു വണ്ടി ഇരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. അവിടെ ഒരു ടെമ്പിൾ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ, എന്താണെന്നറിയില്ല. അതൊക്കെ ടെമ്പിൾ കേട്ടോ. ഓ ഞാൻ ഇവിടെ നിന്നുകൊണ്ടില്ലേ, എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അവരവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. വണ്ടി തിരിക്കുമെന്ന്. ടെമ്പിളാന്ന് തോന്നുന്നു കേട്ടോ. പേരൊന്നും കാണാൻ പറ്റുന്നില്ല. അത് മാക്സിമം സൂമായി കേട്ടോ. ഇത്ര ദൂരത്തുള്ള അതുകൊണ്ട് അത്രയും കാണില്ല. സൂമിൽ മാക്സിമം അത്. താഴോട്ടെല്ലാം വണ്ടികൾ ഇങ്ങനെ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല ഇപ്പം നല്ല സീസണാണല്ലോ. അപ്പോൾ എല്ലാവരും സ്കൂളെല്ലാം പൂട്ടിയിട്ട് ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ യൂട്യൂബ് ഫാമിലിയിലെല്ലാം കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങൊരു കാറ്റാടി വരുമ്പോൾ കണ്ട നല്ല വൃത്തിയിലാണേ. അതിന് നടുക്കായിട്ട് നന്നാ രസമല്ലേ. ഉണ്ടാ നല്ല കാറ്റടിച്ചിട്ട് നല്ല ഇതാകുന്നുണ്ട് കേട്ടത്. അപ്പോൾ നീട്ടിയിട്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആ മലഞ്ചെരുവുന്ന വണ്ടി ഇങ്ങനെ ഇറങ്ങി വരുന്ന സീന് നല്ല രസമായിട്ടുണ്ടേ. ഇങ്ങനത്തെ എല്ലാം സ്ഥലത്ത് വന്നാൽ ഈ കാണാനെക്കാട്ടിയും എടുത്ത ഒരു ക്ലൈമറ്റ് ആട്ടോ. ഇപ്പോൾ നല്ല വെയിലല്ലേ, എന്നാലും നല്ല തണുപ്പായിട്ടുണ്ട്. അതാ എടുത്ത ഏറ്റവും വലിയൊരു ഇത് അത് നമ്മളെ കണ്ണൂരിൽ നമ്മളെ ആ നാട്ടിലെല്ലാം അങ്ങനെ നല്ല ചൂടല്ലേ. നമ്മൾ കർണാടകത്തിൽ കവിൻ്റെ വീട്ടിലെല്ലാം അന്നേരം പോക്ക്. ഇപ്പം നമ്മളെ വയനാട്ടിൽ പോയ പോലെ നല്ലൊരു തണുപ്പും കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ മൂന്നാറിന് ടൗണിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടാവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തെറ്റാനും പരിപാടികളാണ്. നമ്മളതിൻ്റെ അപ്പുറത്തേക്ക് നല്ല ബ്ലോക്കാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാൻ തിരിച്ചിട്ട് കുറേ സ്ഥലങ്ങളായിട്ട് കാണാനുണ്ട്. നമ്മളിവിടെ കുറച്ച് സമയം വന്നിട്ട്. ശരി എന്നാ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇത് എനക്ക് അത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞോണ്ടാ.
തിരക്കില്ലാത്ത സ്ഥലത്ത് തേയിലേക്കാണോ നടത്തണേ? തിരക്കില്ലാത്ത അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടോ? നിങ്ങൾ വന്ന സ്ഥലത്ത് വേറെ എവിടെയോ പോകുന്നുണ്ടോ അറിയില്ലല്ലോ. അപ്പൊ നമുക്കില്ല ഇങ്ങനെ ഇതന്നെ കാണാനുള്ളത് എന്നാ ഇവര് പറയുന്നത്. അതിന്റെ അങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഇതിന്റെ ക്ലൈമറ്റും ഇങ്ങനെ 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 നമ്മൾ നേരിട്ട് കാണുമ്പോൾ തിരിയുന്നുണ്ട്. ഇങ്ങനെ മേടുകൾ ഇങ്ങനെ പുൽമേടുകൾ ഇങ്ങനെ 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 ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിനി നേരിട്ടാണ് നല്ലൊരു ഇതുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടും പോയാലും ഇങ്ങനത്തെ ഒരുപാട് കാണാനുണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ വേറെ ഇല്ല കുറച്ച് കാണാനുള്ള സംഭവം അങ്ങ് ആവാത്തുണ്ട്. അങ്ങോട്ടേക്ക് കൂടി പോകുന്നുണ്ട് ഇവര്. ടൂറിസ്റ്റ് ബസ്സുകളാട്ടോ ഫുള്ളായിട്ട്. അതിനുള്ള റോഡ് സൈഡിലെല്ലാം നല്ല വെള്ളവും കാര്യങ്ങളെല്ലാം കൊടുക്കണം. ഹായ് 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 ഒന്ന് കേട്ടോ ഹായ്. അവര് നമ്മളെ അറിയുന്ന കേട്ടോ വയനാടൻ ബ്ലോഗറെ ബസ്സാണ്. ഒന്ന് ഇറങ്ങി കാണാം. അവര് വിളിച്ചു നമ്മളെ അങ്ങോട്ട്. ഹായ് ഹായ് എന്തല്ല വിശേഷം? ഇവനുണ്ടോ സിനുണ്ടോ? ആ ഹായ് എന്തല്ല നിങ്ങൾ ഡ്രൈവറാ? ആ നിങ്ങളിപ്പോ കണ്ടല്ലേ. ഇത്തിങ്ങനെ പണ്ടേ ഉള്ളൊരു ആഗ്രഹമാണ് വയനാടിന്റെ ബസ്സിലൊന്ന് കയറണമെന്ന്. അപ്പൊ നമുക്കൊന്ന് വയനാടൻ ബസ് കയറാം. ആ ഞാൻ അവിടുന്ന് കണ്ടു. നിങ്ങളാ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വരാം വയനാടിന്റെ പുതിയ ബസ് ഏതാ. ബസ്സിൽ നിന്ന് കയറാം. ആ എടുക്കാം ബ്രോ. ബസ് എങ്ങനെ ഉണ്ടെന്ന് കാണിട്ട്. ഓ നൈസ്. ഇതിന്റെ ബസ് ഇതാട്ടാ. അടിപൊളിയാണ്. ഫുൾ ലൈറ്റും സൗണ്ടും സെറ്റപ്പാണ്. ഞാനൊരു ബസ് ഡ്രൈവർ ആയതുകൊണ്ട് മാത്രമല്ല ഞാനൊരു ഭയങ്കര ബസ് പ്രേമിയും കൂടി ആയതുകൊണ്ട് നമുക്ക് ബസ് കണ്ടാലും ഒന്ന് എടുക്കുക കാണുമെന്നില്ല ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി കേട്ടോ. അപ്പം ഒരു ദിവസം ഒരു ചാല ഓടിക്കാം. ട്രിപ്പ് എടുക്കുന്ന ബസ് ഏത് വണ്ടി കണ്ടാലും ഒന്ന് ഓട്ടണം നല്ലവേ ഉണ്ട്. ഇനി ബസ് ഓട്ടില്ല നമുക്ക് നാട്ടിൽ പോയി ബസ് ഓട്ടോ കേട്ടോ. ജിഷ്ണു ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടിക്ക് ഒരു ചാല ഓട്ടമായിരുന്നു. ഹെവി ലൈസൻസ് വേണം കേട്ടോ. പോട്ടല്ലേ പോട്ടെ എന്നാലേ വീണ്ടും കാണാം ബ്രോ. എല്ലായിടും ശരി. ചിലപ്പോൾ അടിപൊളിയായിട്ട് പോട്ട് കാണാം. ബസ് കണ്ടിട്ട് ഭയങ്കര കൊതി. ശരി എന്നാൽ ഹായ്. കുറേ പേരിന് കേട്ടോ ചേച്ചി. ആ പോട്ടെ. ഓ ആയിക്കോട്ടെ സന്തോഷം. ഇവിടെ തന്നെ വീട്? അതെയാ. ഓ ശരി പോട്ടെ. ഇനി ഇങ്ങനെ കറങ്ങിട്ട് പോകണം. വീട്ടിലെല്ലാവരും ചോദിച്ചിട്ട് വരാം. ഓക്കെ ചേച്ചി. ഓക്കെ അയ്യോ ചോദിച്ചിട്ട് വേണം എന്തായാലും. ഹായ് ഹായ് ഹായ്. എവിടെ നോക്കിയാലും ഈ ഒരു വ്യൂ തന്നെയാ കേട്ടാ. നമ്മളെ ചേട്ടാ പണം കിട്ടാൻ പറയണം. ഹലോ മിസ്റ്റർ എന്നിട്ട് കേട്ടോ. ഇവര് നല്ലൊരു റൂമിന്റെ അകത്ത് കിടക്ക് കിടന്നിറങ്ങുന്ന പോലെ ഉള്ളേ. എന്നാ ശരിക്കും ഇങ്ങനെ നോക്കുന്നേ. എന്നാ പിടിച്ചോ. ക്യാമറയിൽ എന്തോ പോലെ കാണും കേട്ടോ. ഇങ്ങനെ വരുത്താന്നേ. വരുന്ന സമയത്തില്ലേ ഈ സൈഡിൽ മുഴുവൻ പുഷ്പങ്ങളാണ്. അപ്പൊ ജിത്തേട്ടൻ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്, ഇനി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇറങ്ങിയതാണ്. ഇതാണ് ആ പൂ കേട്ടോ. ഇതങ്ങനെ ഇങ്ങനെയുണ്ട്. ചേട്ടാ എന്തായി പൂവിന്റെ പേര്? ആ പൂവിന്റെ പേരറിയാം. അതിനെപ്പറ്റി ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അയ്യോ ആ പൂവിന്റെ പേരറിയോ? പേര് മറന്നുപോയി. ബസ്സിൽ ഇങ്ങനെ കയറി വരുന്നതാണ് നല്ല രസമുണ്ട്.
എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല കാഴ്ചകളാണ്. നമ്മളിങ്ങനെ വരുന്ന വഴി നോക്കിയാൽ കുറേ മരങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണ് നേരിട്ടാണേ. ഈ സൈഡിൽ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ, നല്ല വരച്ച പോലെ ഉണ്ട്. അവൾ ഓടി വരുമ്പോൾ എടുക്കാൻ വേണ്ടിയുണ്ട്, നമുക്ക് നോക്കാം. ഓടി 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 വാ. ഞങ്ങളിങ്ങനെ വരുന്ന വഴിയാണ്. അപ്പോൾ ജിത്താട്ടൻ പറഞ്ഞ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് കയറി നോക്കിക്കോ ഒന്ന് പറഞ്ഞു. ഇതൊരു വലിയൊരു പാറയാണ്, അതിൻ്റെ നടുക്കൂട്ടൊരു ഗ്യാപ്പും സ്റ്റെപ്പും കാണുന്നുണ്ട്. നമ്മളിങ്ങനത്തെ ഗുഹാണ്ട് അപ്പട് സുഭാഷേന്ന് വിളിക്കും. മൂത്രം ഒഴിക്കല്ലേ ഇടയിനുള്ളിൽ, ഭയങ്കര സ്മെല്ലാണ്, ഇങ്ങോട്ട് വരാൻ കഴിയില്ലേ. നമ്മളെ പോവാൻ പക്ഷെങ്കിലേ ഇതിവര് മൂത്രപ്പുരയായിട്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാലും അറിയില്ല കേട്ടോ. ഭയങ്കര മൂത്രമാണ്. ഇത്ര നല്ലൊരു സ്ഥലം ഇങ്ങനെ എന്ത് പറ്റിയ എനിക്ക് അത് മൂത്രം ഒഴിച്ചിരുന്നു. എന്നിട്ട് ഭയങ്കര സ്മെല്ല ഇവിടെ പോകാൻ കയറാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുപോലത്തെ സ്ഥലം എത്തിക്കാൻ നമ്മളിലെ റോക്ക് കേവ് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കണം. നമ്മൾ ഈ കച്ചറുണ്ടാക്കണം, വീട്ടിലിട്ടിട്ടുണ്ട്. നമ്മളെ കൊണ്ട് അതൊന്നും ഇടാണ്ടിരിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. നമ്മളെ അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുക്കുക. അതിൻ്റെ റെസിക്കൻ്റെ ഇത് കാണുമ്പോൾ ഭംഗിയായിട്ട് കൊടുക്കുക. പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ അങ്ങനെ വന്നു കേട്ടോ, നല്ല വ്യൂ കേട്ടോ, എന്ത് ഭംഗിയാണെന്ന് അറിയാം. അങ്ങനെ നേരത്തോടെ കാണാനുണ്ട്, നല്ലൊരു കാലാവസ്ഥയും ചോറും പപ്പടവും കാര്യങ്ങളിലാണ്. നമ്മളങ്ങനെ ഹോട്ടലിൽ ഫുഡെല്ലാം കഴിച്ച് മൂന്നാറിന്നെല്ലാം വിട്ട് ഇപ്പൊ സ്ഥലം എവിടെയുള്ള ചേട്ടാ നമ്മള് ശാന്തമ്പാറ പറഞ്ഞ സ്ഥലത്തേക്ക് വരുവന്നേ. ഇവിടെ ഇതിന്റെ ഉള്ളിൽ കാട്ടിനുള്ളിൽ എത്ര ഏക്കറിലാന്ന് പറഞ്ഞേട്ടാ? 3000 ഏക്കറിന് നടുക്കൊരു ഹോം സ്റ്റേ ഉണ്ട്. നമ്മൾ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഫുൾ കാട്ടിലൂട്ടിയാന്ന് കയറി പോകുന്നത്. കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഓഫ് റോഡാന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാം. ഫുൾ ഇഞ്ചിത്തോട്ടത്തിന് നടുക്കൂട്ടിയാണ് പരിപാടി. ഏലല്ലേ, നിങ്ങൾ ഏലം, നമ്മൾ ഇഞ്ചി. ഓക്കെ, അപ്പൊ ഇഞ്ചി ഏലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇഞ്ചി പറഞ്ഞാണ്. ഏലത്തിന്റെ ഇത് കാണുമ്പോൾ ഇഞ്ചി പോലെ തോന്നുന്നുണ്ട് അല്ലേ നിങ്ങൾക്കെല്ലാം? ഇഞ്ചിക്ക് ഏലക്ക് എത്ര വ്യത്യാസമുണ്ട്. ഇഞ്ചി ഇത്ര